വാർത്തകൾ വിശദമായി ബിജെപിയുടെ തിരുവനന്തപുരം കോർപ്പറേഷൻ വിജയത്തിന് പിന്നാലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് തിരുവനന്തപുരത്തെത്തും. രാവിലെ 10-ന് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്ന് പുത്തരിക്കണ്ടം മൈതാനത്തേക്ക് റോഡ് ഷോ നടക്കും. വിവിധ കേന്ദ്ര പദ്ധതികളുടെ ഉദ്ഘാടനവും തിരുവനന്തപുരത്തിന്റെ വികസന രേഖയും പ്രഖ്യാപിക്കും. അതിവേഗ റെയിൽവേ പാതയും പ്രഖ്യാപിക്കാനുള്ള സാധ്യതയുമുണ്ട്. ഔദ്യോഗിക ചടങ്ങിന് ശേഷം കോർപ്പറേഷന്റെ വികസന ബ്ലൂ പ്രിന്റ് പ്രകാശനം ചെയ്യും. കോർപ്പറേഷനിൽ അധികാരത്തിലേറിയാൽ 45 ദിവസത്തിനകം പ്രധാനമന്ത്രിയെ തലസ്ഥാനത്ത് കൊണ്ടുവരുമെന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പ്രഖ്യാപിച്ചിരുന്നു. അതേസമയം കേരളത്തിലെ സന്ദർശനത്തിന് ശേഷം എൻഡിഎയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി നരേന്ദ്രമോദി തമിഴ്നാട്ടിലെത്തും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് തിരുവനന്തപുരത്തെത്തും. രാവിലെ 10-ന് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്ന് പുത്തരിക്കണ്ടം മൈതാനത്തേക്ക് റോഡ് ഷോ നടക്കും. ബിജെപിയുടെ തിരുവനന്തപുരം കോർപ്പറേഷൻ വിജയത്തിന് പിന്നാലെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് തിരുവനന്തപുരത്ത് എത്തുന്നത്. രാവിലെ 10-ന് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്ന് പുത്തരിക്കണ്ടം മൈതാനത്തേക്ക് റോഡ് ഷോ നടക്കും. വിവിധ കേന്ദ്ര പദ്ധതികളുടെ ഉദ്ഘാടനവും തിരുവനന്തപുരത്തിന്റെ വികസന രേഖയും പ്രഖ്യാപിക്കും. അതിവേഗ റെയിൽവേ പാതയും പ്രഖ്യാപിക്കാനുള്ള സാധ്യതയുമുണ്ട്. ഔദ്യോഗിക ചടങ്ങിന് ശേഷം കോർപ്പറേഷന്റെ വികസന ബ്ലൂ പ്രിന്റ് പ്രകാശനം ചെയ്യും. കോർപ്പറേഷനിൽ അധികാരത്തിലേറിയാൽ 45 ദിവസത്തിനകം പ്രധാനമന്ത്രിയെ തലസ്ഥാനത്ത് കൊണ്ടുവരുമെന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷനായ രാജീവ് ചന്ദ്രശേഖർ പ്രഖ്യാപിച്ചിരുന്നു. അതുപോലെ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കേരള സന്ദർശനത്തോടനുബന്ധിച്ച് തിരുവനന്തപുരം നഗരത്തിൽ ഇന്ന് ഗതാഗത നിയന്ത്രണവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ശംഖുമുഖം എയർപോർട്ട് ഭാഗവും പുത്തരിക്കണ്ടം കിഴക്കേക്കോട്ട ഭാഗവും നാളെയും താൽക്കാലിക റെഡ് സോണായി തന്നെ തുടരും. നാളെ ശംഖുമുഖം എയർപോർട്ട് ഭാഗത്തും പുത്തരിക്കണ്ടം കിഴക്കേക്കോട്ട ഭാഗത്തും 2 കിലോമീറ്റർ ചുറ്റളവിൽ ഡ്രോൺ ക്യാമറകൾ ഉപയോഗിക്കുന്നതിനും പട്ടം, ബലൂൺ എന്നിവ പറത്തുന്നതിനും ലേസർ ബീം ലൈറ്റുകൾ എന്നിവ ഉപയോഗിക്കുന്നതിനും നിരോധനമുണ്ട്. ഇന്നും പ്രധാനമന്ത്രിയുടെ കേരള സന്ദർശനത്തോടനുബന്ധിച്ച് ഇന്ന് ഗതാഗത നിയന്ത്രണമാണ് തിരുവനന്തപുരം നഗരത്തിലുള്ളത്. ശംഖുമുഖം എയർപോർട്ട് ഭാഗം, പുത്തരിക്കണ്ടം കിഴക്കേക്കോട്ട ഭാഗത്ത് ഇന്ന് താൽക്കാലിക റെഡ് സോണായി തന്നെ തുടരും. നാളെ ശംഖുമുഖം എയർപോർട്ട് ഭാഗത്തും പുത്തരിക്കണ്ടം കിഴക്കേക്കോട്ട ഭാഗത്തുമുള്ള 2 കിലോമീറ്റർ ചുറ്റളവിൽ അതുപോലെ തന്നെ ഡ്രോൺ ക്യാമറകൾ ഉപയോഗിക്കുന്നതിനും പട്ടം, ബലൂൺ എന്നിവ പറത്തുന്നതിനും ലേസർ ബീം ലൈറ്റുകൾ എന്നിവ ഉപയോഗിക്കുന്നതിനും നിരോധനമുണ്ട്. തിരുവനന്തപുരം നഗരത്തിലേക്ക് കടന്നുവരുന്ന എല്ലാ വാഹനങ്ങളും നഗര അതിർത്തിയിൽ കർശന സുരക്ഷാ പരിശോധനയ്ക്ക് വിധേയമാകുമെന്നും സിറ്റി പോലീസ് കമ്മീഷണർ അറിയിച്ചിട്ടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കേരള സന്ദർശനത്തോടനുബന്ധിച്ചാണ് ഇന്ന് തിരുവനന്തപുരം നഗരത്തിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. തിരുവനന്തപുരത്ത് പ്രധാനമന്ത്രി എത്തുമ്പോൾ വേദിയിൽ സാബു ജേക്കബും ഒപ്പം ഉണ്ടാകും എന്നതാണ് ഏറെ ശ്രദ്ധേയമായ കാര്യം. മോദിയുടെ സാന്നിധ്യത്തിലായിരിക്കും 2020 ഔദ്യോഗികമായി എൻ ഡി എ മുന്നണിയുടെ ഭാഗമാകുക. 2020 അധ്യക്ഷനായ സാബു എം ജേക്കബ് അടക്കം ഈ ഒരു പ്രധാനമന്ത്രി എത്തുമ്പോൾ വേദിയിൽ ഉണ്ടാകുമെന്നതാണ് ഏറെ ശ്രദ്ധേയമായ കാര്യം തന്നെ. 2020 ഔദ്യോഗികമായി എൻ ഡി എ മുന്നണിയുടെ ഭാഗമാകുന്നതും ഇന്ന് തന്നെയായിരിക്കും എന്നതാണ് ഏറെ എടുത്തു പറയേണ്ട ഒരു കാര്യം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് തിരുവനന്തപുരത്തെത്തും.